വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് എബ്രായ റിപ്പബ്ലിക്ക്, ഇസ്ലാമിക് സ്ലോച്ഛാധിപത്യം, ജാതികളുടെ രാജാവ്. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വന്നതാണ്. പല പട്ടണങ്ങളും അഫ്ഗാനിൽ ഒരു വെടി പോലും വെക്കാതെയാണ് താലിബാൻ കയ്യേറിയത്. എന്തുകൊണ്ട്? അമേരിക്ക പരിശീലിപ്പിച്ച പട്ടാളം താലിബാനെ എതിർത്തില്ല. എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ താലിബാനെ എതിർത്തില്ല? അതിന് പല കാരണങ്ങൾ കാണും. താലിബാനും അഫ്ഗാനിലെ മുൻ ഭരണാധികാരികളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാം. അതുമാത്രമല്ല, പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ താലിബാൻ ഒരു ഇസ്ലാമിക് ഭരണമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം അവിടുത്തെ ബഹുഭൂരിപക്ഷമായ ഏതാണ്ട് 99% മുസ്ലിങ്ങൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭരണം നടപ്പിലാക്കാൻ വരുന്നവരെ എതിർത്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപം തങ്ങളുടെ മേൽ വരുമോ എന്നുള്ള ഭയം അവരെ ഒരുപക്ഷെ അലട്ടുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ യുദ്ധം ചെയ്യാതെ, അവരുടെ കാബിൾ പോലുള്ള സിറ്റികൾ ഒരു വെടി പോലും വെക്കാതെ താലിബാൻ്റെ മുന്നിൽ അവർ സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങൾ, ചില രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ മറ്റ് ചില രാജ്യങ്ങൾ അവരുടെ അവകാശങ്ങളെ നൽകിക്കൊണ്ട് ഇതേപോലെയുള്ള സ്ലോച്ഛാധിപത്യത്തിന് വേണ്ടി കീഴടങ്ങുവാൻ വേണ്ടി തയ്യാറാക്കുന്നത്? ഒരു പക്ഷേ നമ്മുടെ നിരീശ്വരവാദി സുഹൃത്തുക്കൾ ഇവിടെ പറയുമായിരിക്കാം, മതപരമായ എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനെയാണ്. ഈ മതം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് വാസ്തവമല്ല എന്ന് ഈ എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. ആധുനിക റിപ്പബ്ലിക് എന്ന ആശയം തന്നെ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്ന് ചരിത്ര രേഖകളോടുകൂടി നമ്മളിന്ന് നോക്കുന്നതായിരിക്കാം. എന്നാൽ ആധുനിക റിപ്പബ്ലിക് വന്നു എന്നുള്ള ആശയം വരുന്നതിന് മുമ്പ് മറ്റു പ്രസക്തമായ ഒരു ചോദ്യം കൂടിയുണ്ട്. ക്രൈസ്തവരായ നാം ഈ ലോക സംഭവങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? പലപ്പോഴും ഇന്ന് കാണുന്നത് വളരെ നല്ല ഭക്തന്മാരായ ക്രൈസ്തവ വിശ്വാസികൾ പോലും ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ സെക്യുലർ ഐഡിയോളജീസിൽ നിന്ന് കടമെടുത്ത പദങ്ങളും ആശയങ്ങളുമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കിക്കാണുവാനായിട്ട് കഴിയുമോ? അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ 3 സബ് ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്നാമത്, ബൈബിൾ എങ്ങനെ ആധുനിക റിപ്പബ്ലിക്ക് ഉണ്ടാക്കി? ഏതെല്ലാം പാസേജസ് ആണ് ബൈബിളിനെ സ്വാധീനം ചെലുത്തിയത്? ജോൺ മിൽട്ടനെ പോലെയുള്ളവർ ഈ ബൈബിളിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്, അതേ പാസേജസ് തന്നെ മുഹമ്മദ് എങ്ങനെ അട്ടിമറിച്ചു, ഖുറാനിലത് എങ്ങനെ കൊട്ടിമാറ്റി എന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോവുകയാണ്. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമുക്കിന്ന് നടക്കുന്നതെന്ന് കാണാം. അതിനുശേഷം നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഇന്ന് ഈ കാലത്തെ ഇന്ത്യയിൽ ഹിന്ദുത്വ പ്രചരിപ്പിക്കുന്നതായ ജാതികളുടെ രാജാവ് എന്നുള്ള ആശയമാണ്. RSSൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിച്ചാൽ മതി. ജാതികളുടെ രാജാവ്, അവർ കർത്തൃത്വം നടത്തുന്ന രീതിയിൽ, മനുഷ്യൻ്റെ മേലുള്ള അധികാരം നടത്തുന്ന രീതിയിലുള്ള ഒരു അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ബൈബിളിലേക്ക് തന്നെ തിരിച്ചു വരാം. ബൈബിളിലേക്ക് വരുമ്പോൾ ആദ്യമേ പല വീഡിയോകളിലും ഓർപ്പിച്ചതുപോലെ ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ബൈബിളിൽ കൺസെപ്റ്റ്സ് ആയിട്ടല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിതാദി പദങ്ങൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അതിലില്ല. കാരണം അതൊക്കെ ഒരു ഗ്രീക്ക് രീതിയാണ് കൺസെപ്റ്റായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. റെമി ബ്രേഗ്, ഫ്രഞ്ച് ഹിസ്റ്റോറിയനായിരിക്കുന്ന അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇതേപോലെയുള്ള കൺസെപ്റ്റ്സ് ബൈബിളിൽ നോക്കരുത്. ബൈബിളിൽ ഈ ആശയങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ഒരു നരേറ്റീവ് ഫോമിലാണ്. ഒരു ചരിത്ര സംഭവങ്ങളിലൂടെയാണ് നമുക്ക് ഈ ആശയങ്ങൾ ബൈബിൾ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ പ്രയോജനം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ നോക്കുന്നില്ല. എങ്കിലും ആ ചരിത്ര സംഭവങ്ങളിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇത് ബൈബിളിൽ ചരിത്ര സംഭവങ്ങൾ തന്നിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ബൈബിളിലെ നിയമങ്ങൾ പോലും ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഞാൻ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രൊഫസർ ബെർണാഡസ് ജാക്സൺ, അദ്ദേഹം ലോയുടെ പ്രൊഫസറാണ്. അദ്ദേഹം എസ്സേസ് ഇൻ ജൂയിഷ് ആൻഡ് കമ്പാരിറ്റീവ് ലീഗൽ ഹിസ്റ്ററി ചാപ്റ്റർ 3 പറയുന്നത്, അന്ന്
ഏൻഷ്യൻ നിയർ മിഡിൽ ഈസ്റ്റേൺ നിയമങ്ങളെല്ലാം തന്നെ കേസസ് ആണ്, പ്രിൻസിപ്പിൾസ് അല്ല, ഈ കൺസെപ്റ്റ്സ് അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ കേസസിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യാണ്. നാരേറ്റീവ്സിൽ നിന്ന് കൺസെപ്റ്റ് ഡിറൈവ് ചെയ്യുക, കേസസിൽ നിന്ന് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആലോചിച്ച് പഠിച്ച് ധ്യാനിച്ചാണ് നമ്മളിത് കണ്ടെത്തുന്നത്. ഇതിനുള്ളൊരു ആദ്യ ശ്രമം നടത്തിയത് ജോസിഫസ് ആണ്. നമുക്കറിയാം, പുരാതന ചരിത്രകാരനായിരുന്ന ജോസിഫസ് ചരിത്ര പുസ്തകങ്ങൾ എഴുതിയതുപോലെ തന്നെ ഒരു അപ്പോളജറ്റിക്സ് പുസ്തകവും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എഗെയിൻസ്റ്റ് ആപ്പിയോൺ എന്ന് പറഞ്ഞ്. ഈ പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ ജോസിഫസ് ഖണ്ഡിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബൈബിള് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനെ പറ്റി ജോസിഫസ് ചർച്ച ചെയ്യുന്നത്. അവിടെ ജോസിഫസ് പറയുന്നത്, ചിലരെല്ലാം അവരുടെ അധികാരം രാജാവിന് കൊടുത്തിരിക്കുകയാണ്, പരമാധികാരം രാജാവിന് കൊടുത്തിരിക്കുകയാണ്, മനുഷ്യൻ്റെ മേലുള്ള എല്ലാ അധികാരവും രാജാവിനാണ് നടപ്പിലാക്കാൻ കഴിയുന്നത്. ചിലരെല്ലാം ആ അധികാരം ഒരു കൂട്ടം ആളുകളുടെയിലേക്ക് കൊടുത്തിരിക്കുകയാണ്, അവരുടെ തത്വചിന്തകരാകാം, അവരുടെ ബുദ്ധിമാന്മാരാകാം, അങ്ങനെ ഒരു കൂട്ടം ആളുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ചിലരെല്ലാം ഇത് ജനങ്ങൾക്ക് മുഴുവനായിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ നിയമത്തിൽ അങ്ങനെയല്ല, ഈ പരമാധികാരം മനുഷ്യൻ്റെ മേലുള്ള ഈ അധികാരം കൊടുത്തിരിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. അവിടെ ജോസിഫസ് പറയുന്നത്, ഇതിനൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാമെങ്കിൽ അതിനെ ഞാൻ തിയോക്രസി എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തിയോക്രസി എന്ന് ജോസിഫസ് പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലല്ല അദ്ദേഹം ആദ്യം ആ വാക്ക് ഉപയോഗിച്ചത്. അദ്ദേഹമാണ് ആ വാക്ക് പദം കോയിൻ ചെയ്തത്. എന്നാൽ അദ്ദേഹം അതിനെ അർത്ഥമാക്കിയത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലല്ല. നമ്മളിന്ന് തിയോക്രസി എന്ന് മനസ്സിലാക്കുന്നത് മതരാഷ്ട്രങ്ങളെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ജോസിഫസിൻ്റെ കാലത്ത് എല്ലാ രാഷ്ട്രങ്ങളും മതരാഷ്ട്രങ്ങളാണ്. അന്നത്തെ റോമും അന്നത്തെ ഗ്രീക്കും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളും മതരാഷ്ട്രങ്ങളാണ്. മതനിയമങ്ങളാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ജോസിഫസിന് ഇസ്രയേലിൻ്റെ നിസ്തുല്യത കാണിക്കണമെങ്കിൽ ഒരു മതരാഷ്ട്രമെന്ന നിലയിലോ ദൈവം നേരിട്ട് ഭരിച്ചതെന്നുള്ള നിലയിലോ അല്ല തിയോക്രസി എന്ന് ജോസിഫസ് ഉപയോഗിച്ചത്. ജോസിഫസ് പറയുന്നത് സോവറിറ്റി ആൻഡ് അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ആരും മനുഷ്യൻ്റെ മേൽ അപ്രകാരമുള്ളൊരു കർത്തൃത്വം നടത്തുന്നില്ല എന്നുള്ളതിനാണ് ജോസിഫസ് തിയോക്രസി എന്ന് വിളിച്ചത്. ഇതിൻ്റെ ഒരു ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് മാത്രമാണ് അപ്രകാരമുള്ളൊരു അധികാരമുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ തുല്യരാണ്. അതാണ് റിപ്പബ്ലിക്കും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ജോസിഫസ് തിയോക്രസി എന്ന് വിളിച്ചത് ഇന്ന് നമ്മുടെ കാലത്ത് നമ്മളത് വ്യാഖ്യാനിക്കണമെങ്കിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നല്ല പദം ഹീബ്രു റിപ്പബ്ലിക് എന്നാണ്. അതാണ് ഈ മോഡേൺ ഇറയിൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ മിൽട്ടനെ പോലെയുള്ളവർ ഇതേ ആശയം തന്നെ മുന്നോട്ട് വെച്ചത് ഹീബ്രു റിപ്പബ്ലിക് എന്നുള്ള നിലയിലാണ്. കാരണം ദൈവത്തിനല്ലാതെ ഈ പരമാധികാരം വേറെ ഒരു കൂട്ടം മനുഷ്യർക്ക് മൊത്തമായിട്ടോ ഒരു വ്യക്തിക്കോ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെപ്പറ്റി പ്രൊഫസർ ഫാനിയ ദ ജൂയിഷ് റൂട്ട്സ് ഓഫ് വെസ്റ്റേൺ ഫ്രീഡം എന്നുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ദീസ് തിങ്കേഴ്സ് എന്ന് പറയുന്നത് ആധുനികയുടെ ആരംഭത്തിൽ ജീവിച്ചിരുന്നതായ മിൽട്ടനെ പോലെയുള്ളവർ all repeat with the individual variation the same basic theme. The people of Israel had a republic, a nearly perfect republic from the time of Exodus until at least the coronation of Saul. ഈ എഴുത്തുകാരെല്ലാം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ആധുനികയുടെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന ഈ എഴുത്തുകാരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത്, ദൈവം ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച കാലഘട്ടം മുതൽ ശൗലിനെ രാജാവായി വാഴിക്കുന്ന കാലഘട്ടം വരെ ഇസ്രയേലിൽ നിന്ന് ഭരണ സംവിധാനത്തെ നമുക്ക് വിളിക്കണമെങ്കിൽ, ഇന്ന് നമ്മുടെ ആധുനിക പദങ്ങൾ ഉപയോഗിച്ച് വിളിക്കണമെങ്കിൽ അതിനെ റിപ്പബ്ലിക് എന്നാണ് വിളിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പ്രൊഫസർ ഫാനിയ ഒരു യഹൂദ ചിന്തകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് ഇന്ന് ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും അധികമായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് എന്താണ് എന്നുള്ളൊരു എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അവിടെ ഇവിടെയും ചിലതെല്ലാം ഉണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 25-30 വർഷത്തിനുള്ളിൽ ധാരാളം യഹൂദ ചിന്തകർ, പണ്ഡിതന്മാർ ബൈബിൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗവൺമെൻറ് ആശയം എന്താണ്, ബൈബിൾ എങ്ങനെ ആധുനിക ഗവൺമെൻറ്റുകളെ ഫോം ചെയ്തു എന്നുള്ളതിൽ വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിൽ ചിലരുടെ എല്ലാം ഫോട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്നതാണ്. അവരിൽ ഒരാളാണ് പ്രൊഫസർ ഫാനിയ, മറ്റൊരാളാണ് പ്രൊഫസർ എറിക് നെൽസൺ പ്രൊഫസർ ഓഫ് ഗവൺമെൻറ് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇതേപോലുള്ള യഹൂദ ചിന്തകരുടെ ഒരു വിപ്ലവം കഴിഞ്ഞ 25-30 വർഷമായിട്ട് നടക്കുകയാണ്.
എൻ്റെ ക്രൈസ്തവ സ്നേഹിതരോട് പറയാനുള്ളത്, ഇവരുടെ എഴുത്തുകൾ നമ്മൾ പഠിച്ച് അത് നമുക്ക് അടിസ്ഥാനമാക്കി നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടതായി. കാരണം ഈ ഒരു ഭാഗം നമ്മൾ വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് ചില ക്രൈസ്തവർ ഈ യഹൂദ പണ്ഡിതന്മാരുടെ എഴുത്തുകളെ ആശ്രയിച്ച് അവർ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് പ്രൊഫസർ സ്റ്റീവ് വാരിസ്. അദ്ദേഹം ഹീബ്രു റിപ്പബ്ലിക്കിനെ പറ്റി എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഇംഗ്ലീഷ് റിപ്പബ്ലിക്കൻ തോട്ട് ഡെവലപ്ഡ് ഇൻ 3 സ്റ്റേജസ്. ആധുനിക ഇംഗ്ലീഷ് റിപ്പബ്ലിക് എന്ന് പറയുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് 1650കളിലുള്ള ഘട്ടം. അവിടെ ഏറ്റവും വലിയ എഴുത്തുകാരെന്നൊക്കെ പറയുന്നത് ജോൺ മിൽട്ടനെ പോലെയുള്ളവരാണ്. രണ്ടാമത് 1670 80കളിലെയും കാലഘട്ടം. അവിടെയും അദ്ദേഹം പല എഴുത്തുകാരെയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതിലൊരാളാണ് അൽഗർനൻ സിഡ്നി. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1690 മുതൽ 1770 വരെയുള്ള കാലഘട്ടമാണ്. അവിടെയാണ് ജോൺ ലോക്കിനെ പോലെയുള്ള ക്രൈസ്തവ വിശ്വാസികളും വരുന്നത്. ഇവരുടെ എല്ലാം എഴുത്തുകളാണ് തോമസ് പെയിനെയും തോമസ് ജെഫ്സറിനെയും പോലെയുള്ളവരെ പിന്നീട് സ്വാധീനിച്ചത്. ഇവരിൽ ചിലരുടെ എല്ലാം എഴുത്തുകൾ നമ്മളിന്ന് ഈ എപ്പിസോഡിൽ നോക്കുന്നതാണ്. എബ്രായ റിപ്പബ്ലിക്ക് എന്നുള്ള ആശയത്തെ ആധുനിക എഴുത്തുകാരെ സ്വാധീനിച്ചതിൽ പ്രധാനമായിട്ട് 2 പാസേജസ് ഉണ്ട്. ബൈബിളിലെ അനേക വേദഭാഗങ്ങൾ പല രീതിയിലുള്ള ആധുനിക ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതിൽ റിപ്പബ്ലിക് എന്നുള്ള ആശയം മാത്രമാണ് നോക്കുന്നത്. മറ്റുള്ള ആശയങ്ങൾ, പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇതെല്ലാം നമ്മൾ മറ്റ് പാസേജസ് വെച്ചാണ് നോക്കേണ്ടത്. ആധുനിക എഴുത്തുകാർ അതിനെ എങ്ങനെ കണ്ടു എന്നുള്ളതിൽ ഇന്ന് നമ്മൾ റിപ്പബ്ലിക് എന്നുള്ള ആശയത്തിലാണ് നോക്കുന്നത്. അതിന് പ്രധാനമായിട്ട് 2 പാസേജസ് ആണ്. അനേക പാസേജസ് അവർ തന്നെ കൂട്ടിയുന്നുണ്ട്, പക്ഷേ പ്രധാനമായിട്ട് 2. 1 ശമൂവേൽ 8, അതേപോലെ തന്നെ ആവർത്തന പുസ്തകം 17-ാം അധ്യായം. 1 ശമൂവേൽ 8 നമുക്കറിയാം. ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ഇസ്രായേൽ മൂപ്പന്മാർ വരികയും അവർ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ച് തരണമേ എന്ന് പറഞ്ഞു. അന്നേ വരെ ഇസ്രായേലിന് രാജാവില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ മൂപ്പന്മാരുടെയൊക്കെ വന്ന് പറയാണ്. ശമൂവേലിന് ഇത് കാര്യം വളരെ അനിഷ്ടമായി. ശമൂവേൽ യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. എന്നാൽ യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവം പറയുന്നത്, ഒരു മാനുഷിക രാജാവിനെ നമ്മൾ സ്ഥാപിക്കുന്നത് ദൈവിക രാജ്യത്വത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്, ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇതൊരു വിഗ്രഹ ആരാധനയാണ് എന്നുള്ള ആശയമാണ് ദൈവം ഇവിടെ മുന്നോട്ട് നമ്മളോട് പറയുന്നത്. ദൈവം തൻ്റെ കരുണയിലും കൃപയിലും ഇസ്രായേലി രാജാക്കന്മാർക്ക് ആ ഒരു അധികാരം കൊടുക്കാതെ അവർക്ക് പരിമിതികൾ ഏർപ്പെടുത്തി അവരുടെ നിയമം അവർക്ക് മീതെ വെച്ചു എന്നുള്ളത് മറ്റൊരു സംഭവമാണെങ്കിലും, ജാതികളുടെ രാജാവിനെ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ത്യജിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ ബൈബിളിന് ഒരു സംശയവുമില്ല. തുടർന്ന് 1 ശമൂവേൽ 8 തന്നെ ഈ ജാതികളുടെ രാജാവ് വന്നാൽ ഉണ്ടാകുന്ന ആപത്തുകളെ പറ്റി പറയുന്നുണ്ട്. 11-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ്, നിങ്ങളിലെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും, അവൻ്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവൻ്റെ ദാസന്മാരാകും, നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത്, അവൻ നിങ്ങളുടെ ആടുകളിൽ 10-ലൊന്ന് എടുക്കും, നിങ്ങൾ അവന് ദാസന്മാരായി തീരും, നിങ്ങൾ അവൻ്റെ ദാസന്മാരായി തീരും. അതുവരെ അവർ യഹോവയുടെ ദാസന്മാരായിരുന്നു. എന്നാൽ ദാസത്വം അടിമത്തത്തിലേക്ക്, ഒരു മാനുഷിക അടിമത്തത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ് ഈ രാജ്യത്വം ആഗ്രഹിക്കുക, മാനുഷിക രാജ്യത്വം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്രകാരമുള്ളൊരു പാസേജ് ഒരു പുരാതന എഴുത്തുകളിലുമില്ല. എല്ലാ പുരാതന എഴുത്തുകളിലും ഡെമോക്രസിയുടെ, റിപ്പബ്ലിക്കിൻ്റെയൊക്കെ മേന്മ പറഞ്ഞിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ എഴുത്തുകളുണ്ട്. എന്നാൽ രാജ്യത്വം തന്നെ ദൈവിക നിഷേധമാണ് എന്ന് പറയുന്ന, രാജ്യത്വം എന്ന സങ്കല്പത്തെ മൊത്തമായിട്ട് നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു പാസേജ് മറ്റ് മതഗ്രന്ഥങ്ങളിലോ പുരാതന എഴുത്തുകളിലോ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തേയില്ല. അത് വരുന്നത് ബൈബിളിൽ നിന്നാണ്. എന്നാൽ ഈ ഒരു വ്യാഖ്യാനം എല്ലാ ക്രൈസ്തവരും എല്ലാ കാലത്തും അംഗീകരിച്ചിരുന്നില്ല. ചില ക്രൈസ്തവ പണ്ഡിതന്മാർ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നത് ജാതികളുടെ രാജാവിനെ ആഗ്രഹിച്ചതിലാണ് തെറ്റ്, രാജാവിനെ ആഗ്രഹിച്ചതിലല്ല എന്നുള്ളതാണ്. അവർ ഉദാഹരണമായിട്ട് കൊണ്ടിരുന്നത് ആവർത്തന പുസ്തകം 17-ാം അധ്യായമാണ്. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14 മുതലുള്ള 20 വരെയുള്ള വാക്യങ്ങളിൽ
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിയേറി പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എൻ്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജാവിനെ ആക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ ക്രൈസ്തവ പണ്ഡിതന്മാരും ഒരു കൂട്ടം യഹൂദ പണ്ഡിതന്മാരും ഒരു കാലത്തും ഒരുപക്ഷെ ഈ കാലത്തും വ്യാഖ്യാനിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ പ്രൊഫസർ എറിക് നെൽസൺ ചൂണ്ടിക്കാട്ടുന്നത് ഈ വാക്കാണ്. പറയുമ്പോൾ എന്നുള്ള വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എറിക് നെൽസൺ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഡിസ്ക്രിപ്റ്റീവാണ്. പറയണം എന്നല്ല പറയുന്നത്. നിങ്ങളിങ്ങനെ പറയും എന്ന് ഒരു ഒരർത്ഥത്തിൽ ദൈവം പറയുന്നതാണ്. എന്നാൽ ചില യഹൂദ റബിമാർ ചൂണ്ടിക്കാട്ടി ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും പല ഡിസ്ക്രിപ്റ്റീവ് വാക്യങ്ങൾക്കും ഒരു പ്രിസ്ക്രിപ്റ്റീവിൻ്റെ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഇതും പ്രിസ്ക്രിപ്റ്റീവായിട്ട് വേണം നമ്മൾ അംഗീകരിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനം ചോദിച്ച രീതിയിലാണ് തെറ്റം. ജാതികളുടെ പോലുള്ള രാജാവിനെ ആഗ്രഹിച്ചതിലാണ് തെറ്റ്. അല്ലാതെ ഒരു രാജാവിനെ ആഗ്രഹിച്ച് ആ രാജാവിന് ഒരു ലിമിറ്റൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു തെറ്റുമില്ല എന്നുള്ള വ്യാഖ്യാനിക്കുന്നതായ യഹൂദ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് ബാബിലോണിയൻ തൽമുദ്. ഈ വാക്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്നത് ജാതികളുടെ ഒരു രാജാവിനെ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതാണ് പ്രശ്നം. അതല്ലാതെ ഒരു രാജാവിനെ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത് പോലെ 17-20 അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചു ഉയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന്. അങ്ങനെയുള്ളൊരു രാജാവിനെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഉള്ള രീതിയിലാണ് അനേക ക്രൈസ്തവ പണ്ഡിതന്മാരും യഹൂദ പണ്ഡിതന്മാരും ഒരു കാലത്ത് വ്യാഖ്യാനിച്ചിരുന്നത്. എന്നാൽ മറ്റൊരു യഹൂദ പണ്ഡിതന്മാർ ഇത് മിദ്രാഷിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റത് ബാബിലോണിയൻ തൽമുദിലാണെങ്കിൽ മിദ്രാഷിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ തിരിച്ചുള്ള ആശയമാണ്, ആദ്യം പറഞ്ഞ ആശയമാണ് നമ്മൾ കാണുന്നത്. മിദ്രാഷ് ചൂണ്ടിക്കാട്ടുന്നത് ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നത് ചോദിക്കണം എന്നല്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇസ്രായേൽ ജനം പല രീതിയിൽ പാപം പോകുമെന്ന് മോശയ്ക്കറിയാമായിരുന്നു. ദൈവം മോശയ്ക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഇവിടെയും പറയുന്നത് നിങ്ങൾ ഈ പാപവും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിൽ ദൈവം തൻ്റെ കരുണയിൽ ഏർപ്പെടുത്തിയ ഒരു നിബന്ധനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചെയ്യണം എന്നല്ല, ഇവർ ചെയ്യാൻ പോകുന്ന പാപത്തെ മുൻകൂട്ടി പ്രവചിച്ചതാണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല മറ്റനേക വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട് മിദ്രാഷ് ചൂണ്ടിക്കാട്ടുന്നത് ബൈബിളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, രാജാക്കന്മാരിൽ ആശ്രയിക്കരുത്, മനുഷ്യൻ വെറും ശ്വാസമാണ്. എന്നാൽ ഇവിടെ ഇസ്രായേൽ ചെയ്തത് അങ്ങനെ ഒരു മനുഷ്യനെ ആശ്രയിക്കുവാൻ വേണ്ടി അവർ ഒരുമ്പെട്ടതാണ്. അതുകൊണ്ട് രാജത്വം തന്നെ ദൈവിക നിഷേധമാണ് എന്നാണ് മിദ്രാഷ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ മിദ്രാഷ് തുടർന്ന് പറയുന്നത് ഇത് മുഖാന്തരം ഇസ്രായേലിന് നാശം മാത്രമേ വന്നിട്ടുള്ളൂ. അവരുടെ നല്ല രാജാക്കന്മാരെ തന്നെ എടുത്തു നോക്കുക. ദാവീദ് മുഖാന്തരം അനേക ആയിരങ്ങളാണ് ഇസ്രായേലിൽ മരിച്ചു വീണത്. അപ്പോൾ ഈ മിദ്രാഷ് പറയുന്നത് ഈ രാജാക്കന്മാർ മുഖാന്തരം അവർ നല്ലവരായിരുന്നാൽ പോലും അവർ മുഖാന്തരം നമുക്ക് നാശം മാത്രമേ വന്നിട്ടുള്ളൂ. ദൈവത്തിൻ്റെ രാജ്യത്തെ നിഷേധിച്ച് മറ്റൊരു രാജ്യത്വം അത് എത്രമാത്രം നല്ലതായിരുന്നാലും അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുകയില്ല എന്നുള്ള ആ ഒരു വാദമാണ് മിദ്രാഷ് മുന്നോട്ട് വെച്ചത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ രണ്ട് വ്യാഖ്യാനങ്ങളിൽ ഏത് വ്യാഖ്യാനം എടുത്തെന്ന് പറഞ്ഞാലും ജാതികളുടെ പോലെ പരമാധികാരം ഉള്ള ഒരു രാജ്യത്വം ദൈവിക നിഷേധമാണെന്നും ദൈവ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും രണ്ടു കൂട്ടരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് മിൽട്ടനെ പോലെയുള്ളവർക്ക് മുന്നേ വന്നിരുന്ന സർ ഹെൻറി ഡി ബ്രാക്ടൺ ഒക്കെ പറയുന്നത് രാജാവ് മനുഷ്യന് കീഴിലായിരിക്കുകയില്ല, എന്നാൽ രാജാവ് ദൈവത്തിൻ്റെയും നിയമത്തിൻ്റെയും കീഴിലാണ്. രാജാവിന് തോന്നുന്ന നിയമങ്ങൾ സ്വയമായിട്ട് ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നത്. സർ എഡ്വേർഡ് ക്ലോക്ക് കിങ് ജെയിംസുമായിട്ടുള്ള തർക്കത്തിലും അത് കാണിക്കുന്നുണ്ട്. കിങ് ജെയിംസ് ഒന്നാമൻ അദ്ദേഹം പറഞ്ഞു ഞാൻ രാജാവാണ്, എനിക്ക് സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ സർ എഡ്വേർഡ് ക്ലോക്ക് അതിനെതിരെ പ്രതിഷേധിക്കുകയും നീ ദൈവത്തിനും നിയമത്തിനും കീഴിലാണ് എന്ന് അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ തന്നെ സ്റ്റീഫൻ ലാങ്ടനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. മാഗ്ന കാർട്ടയുടെ ഒരു കരടുരേഖ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് when a king errs, the people should resist him as far as they can. If they do not, they sin. ഒരു രാജാവ് തെറ്റ് ചെയ്യുമ്പോൾ അതിനെ എതിർക്കേണ്ട കടമ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും ജാതികളുടെ രാജാക്കന്മാരുടെ കാര്യത്തിൽ പറയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് രണ്ട് വ്യാഖ്യാനങ്ങൾ അംഗീകരിച്ചാൽ പോലും ജാതികളുടെ രാജാവിനുള്ളൊരു അധികാരം നമ്മൾ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തെ എതിർക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ വ്യാഖ്യാനത്തിലാണ്. രാജത്വം സ്ഥാപിക്കുന്നത് തന്നെ
അത് ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ദൈവം തൻ്റെ കരുണയിലും കൃപയിലും ആ രാജാക്കന്മാർക്ക് പരിമിതി നിശ്ചയിച്ചിരുന്നു. ജാതികളുടെ രാജാക്കന്മാർക്ക് അങ്ങനെയുള്ളൊരു പരിമിതിയില്ല. അവരുടെ കടന്നാക്രമമാണ്, ദൈവിക അധികാരത്തിന്മേലുള്ള കടന്നാക്രമമാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഇംഗ്ലീഷ് റിപ്പബ്ലിക്കൻ ആൾക്കാരെ പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യമേ ചിന്തിച്ചു ജോൺ മിൽട്ടനെ പോലെയുള്ളവരാണ് ഒന്നാം ഘട്ടത്തിൽ വന്നത്. ജോൺ മിൽട്ടണിൽ തന്നെ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ മിദ്രാഷിൻ്റെയൊക്കെ സ്വാധീനത്തിൽ വന്ന് ഈ ഒരു പുതിയ വ്യാഖ്യാനം കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എപ്രകാരം മാറിയെന്ന് നമുക്ക് നോക്കാം. 1649 ദ ടെന്യൂർ ഓഫ് ദ കിങ്സ് ആൻഡ് മജിസ്ട്രേറ്റ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വാദിക്കുമ്പോൾ അദ്ദേഹം രാജ്യത്വം അംഗീകരിച്ചിരുന്നു, എന്നാൽ രാജാക്കന്മാർക്ക് പരിധിയുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് അവരെ എതിർക്കുവാൻ കഴിയുമെന്നുള്ളതുമാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. ഇത് നമ്മുടെ രാജാക്കന്മാരെ വേണമെന്ന് പറയുന്നവരുടെ വ്യാഖ്യാനത്തിന് തുല്യമാണ്. എന്നാൽ 1651 ആയപ്പോഴത്തേക്കും ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ എ ഡിഫൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ബൈ ജോൺ മിൽട്ടൺ ആ പുസ്തകത്തിൽ അദ്ദേഹം നേരെ തിരിഞ്ഞു. അത് തിരിയാനുള്ള കാരണം ബൈബിളാണ്. അദ്ദേഹം തന്നെ ചാപ്റ്റർ 2 പറയുന്നത് ഗോഡ് ഫ്രീക്വൻറ്റ്ലി പ്രൊട്ടസ്റ്റസ് ദാറ്റ് ഹി വാസ് എക്സ്ട്രീംലി ഡിസ്പ്ലീസ്ഡ് വിത്ത് ദം ഫോർ ആസ്കിങ് എ കിങ്. ദേ ഹാവ് നോട്ട് റിജക്റ്റഡ് ദീ ബട്ട് ദേ ഹാവ് റിജക്റ്റഡ് മീ ദാറ്റ് ഐ ഷുഡ് നോട്ട് റീൻ ഓവർ ദം. ദൈവിക പരമാധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റവും അക്രമവുമാണ് ഇപ്രകാരമുള്ള മാനുഷിക രാജാക്കന്മാരെ നിയമിക്കുന്നത് എന്ന് ജോൺ മിൽട്ടൺ പറയുകയാണ്. 1 ശമൂവേൽ 8 അദ്ദേഹവും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. തുടർന്ന് ജോൺ മിൽട്ടൺ 1 ശമൂവേൽ 10 അധ്യായവും 12 അധ്യായവും ഒക്കെ എടുത്ത് കാണിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും മ്ലേച്ഛകരമായ ഒരു ആശയമായിരുന്നു ഈ രാജാവിനെ ചോദിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ളൊരു പാപം നാം ചെയ്യരുത് എന്ന് ജോൺ മിൽട്ടനെ പോലെയുള്ളവർ നമ്മളെ ഉപദേശിക്കുകയാണ്. അദ്ദേഹം തുടർന്ന് ഹോശയ പോലെയുള്ള പുസ്തകങ്ങൾ എടുത്തിട്ട് പറയുകയാണ് ദൈവം തൻ്റെ ക്രോധത്തിലാണ്, തൻ്റെ കോപത്തിലാണ് അവർക്കൊരു രാജാവിനെ കൊടുത്തത്. എത്രമാത്രം അപകടകരമായ ഒരവസ്ഥയാണ് ഇത് എന്ന് അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇതാണ് ഇംഗ്ലീഷ് റിപ്പബ്ലിക്കൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ജോൺ മിൽട്ടനെ പോലെയുള്ളവർ ബൈബിൾ മുഖാന്തരം, ബൈബിളിൻ്റെ ധ്യാനം മുഖാന്തരം അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടാണ് ഈ ആധുനിക റിപ്പബ്ലിക് എന്നുള്ള ആശയം. ജോസിഫസ് അതിനെ തിയോക്രസി എന്ന് വിളിച്ചിരുന്നു. മതരാഷ്ട്രം എന്നുള്ള അടിസ്ഥാനത്തിലല്ല, ഈ പരമാധികാരം ദൈവത്തിന് മാത്രമുള്ളതെന്നും മനുഷ്യരെല്ലാം സഹോദരന്മാരെന്നുള്ള ആശയത്തിൽ. ജോൺ മിൽട്ടനെ പോലെയുള്ളവർ ഇതിനെ ഹീബ്രു റിപ്പബ്ലിക് എന്ന് വിളിച്ചിരുന്നു. ഇത് ഇംഗ്ലീഷ് തോട്ടിൻ്റെ, റിപ്പബ്ലിക്കൻ തോട്ടിൻ്റെ 1ാം ഘട്ടം. 2ാം ഘട്ടമാണ് നമ്മൾ കണ്ടത് അൽഗറൻ സിഡ്നിയെ പോലെയുള്ളവർ. ദ ഹീബ്രു റിപ്പബ്ലിക്കിൽ എറിക് നെൽസൺ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അൽഗറൻ സിഡ്നിയും പറയുന്നത് ഇസ്രയേൽ ജനം ഒരു രാജാവിനെ ആഗ്രഹിച്ച് പാപം ചെയ്യുകയാണ്, നാം അത് ഒരിക്കലും അരുത്. അവരുടെ ഈ രാജാവിനെ കൊണ്ടുവന്നതിന് ശേഷം അവർക്കുണ്ടായ വിപത്ത് കണ്ട് നാം അതിൽ നിന്ന് ഉപദേശം തേടി നമ്മൾ അതിൽ നിന്ന് ഉപദേശിക്കപ്പെട്ട് നമ്മൾ ആ തെറ്റ് തിരുത്തണം. നമ്മൾ ഇതേപോലെയുള്ള രാജാക്കന്മാരെ വാഴിക്കരുത്, നമുക്ക് രാജാവായ ഒരുവനേ ഉള്ളൂ, അത് ദൈവമായ യഹോവയാണ് എന്ന് അൽഗറൻ സിഡ്നിയെ പോലെ റിപ്പബ്ലിക്കിന് വേണ്ടി പോരാടിയ ധീരന്മാർ ഈ ബൈബിളിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയാണ്. അൽഗറൻ സിഡ്നി കോട്ട് മാക്സിംസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് 2 ഇമാജിനറി ആളുകൾ തമ്മിലുള്ള ചർച്ചയാണ്. രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു കൂട്ടം ആളുകളും മറ്റ് റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതായ മറ്റൊരു ചിന്തകരും തമ്മിലുള്ള ഒരു ചർച്ചയാണ്. അതിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ആൾ പറയും 1 ശമൂവേലിൽ രാജാവിനെ നിയമിച്ചു കൊടുത്തല്ലോ ദൈവം, അതുകൊണ്ട് രാജ്യത്വം നമുക്ക് അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ബൈബിൾ പഠിച്ചിട്ടാണോ ഇത് പറയുന്നത്, അതോ വല്ലവരും നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തന്ന വ്യാഖ്യാനം അതേപോലെ നിങ്ങൾ അംഗീകരിക്കുകയാണോ? അവിടെ ഈ രാജ്യത്വം സപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ബൈബിൾ ഞങ്ങൾ അങ്ങനെ ഡീറ്റെയിലായിട്ട് പഠിക്കാറില്ല, ഞങ്ങൾ അങ്ങനെ ഡീറ്റെയിലായിട്ട് പഠിക്കുകയാണെങ്കിൽ മാക്വെല്ലിയെ പോലുള്ളവരുടെ പുസ്തകമാണ് പഠിക്കുന്നത്, അല്ലാതെ ബൈബിൾ അങ്ങനെ പഠിക്കുകയില്ല. അൽഗറൻ സിഡ്നി ഈ റിപ്പബ്ലിക് പറയുന്ന ആളുടെ, ഇമാജിനറി ആളിനോട് തിരിച്ചു പറയുകയാണ്, ബൈബിൾ നിങ്ങൾ പഠിക്കണം, ബൈബിൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതാണ് നമ്മുടെ പ്രശ്നം. ബൈബിളിലെ ഫനറ്റിക്സ് എന്ന് പറയുന്ന ബൈബിളാണ് സത്യം, ബൈബിൾ മാത്രമാണ് സത്യം, ബൈബിൾ പറയുന്നതാണ് കൃത്യം എന്ന് പറയുന്നവരാണ് ശരിയായിട്ടുള്ളവർ. അവരുടെ ആശയങ്ങളാണ്, ചിലപ്പോഴൊക്കെ അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ആശയങ്ങളാണ് നമുക്ക് മുന്നോട്ട് തരുന്നത്. അവരുടെ ആശയം എന്ന് പറയുന്നത് ഈ ബൈബിളിൽ പറയുന്നത് ഇതേപോലെയുള്ള ഒരു പരമാധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ്, അത് മനുഷ്യനുള്ളതല്ല. അതിന്ന് ആധുനിക ഭാഷയിൽ പറയണമെങ്കിൽ ഏറ്റവും നല്ല പദം ഹീബ്രു റിപ്പബ്ലിക് എന്നുള്ള പദമാണ്.
ഞാൻ മുമ്പ് പറഞ്ഞു, മൂന്നാമത്തെ ഘട്ടത്തിലാണ് ജോൺ മിൽട്ടനെ പോലെയുള്ളവർ വരുന്നത്. ജോൺ മിൽട്ടൺ റീസണബിൾസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ അപ്പോളജറ്റിക്സ് ബുക്കൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ ആശയങ്ങളിലും ബൈബിളിനെ ധാരാളമായിട്ട് അദ്ദേഹം കൂട്ടിയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ബൈബിളിൽ നിന്നാണ് സ്വാധീനം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ അദ്ദേഹം ബൈബിളിൽ നിന്ന് കൂട്ടിയതാണെന്ന് പറയുന്ന ലിയോ സ്ട്രൗസിനെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അപ്പോളജറ്റിക്സ് ബുക്ക് എഴുതിയ ആളാണെന്ന് നമുക്ക് ഓർക്കണം. ഇവരെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ടാണ് പ്രൊഫസർ ഫാനിയ പറയുന്നത്, മെനി ഓഫ് ദിസ് ഓതേഴ്സ് painstakingly showed that the Bible favored the early republic over the subsequent kingdom and argued that it was the very existence of an Israel monarchy as such, or at least its division into two rival kingdoms, which brought decline, destruction and exile upon the chosen people. ഇസ്രയേൽ അവസാനം അടിമകളായിട്ട് പോകുവാനായിട്ടുള്ള കാരണം ഈ ഇസ്രയേലിയ രാജാക്കന്മാരായിരുന്നുവെന്ന് ഈ ആധുനിക എഴുത്തുകാർ ചൂണ്ടിക്കാട്ടിയിട്ട് അവർ നമ്മളോട് ഉപദേശിച്ചു. അതുകൊണ്ട് നമ്മൾ ഇപ്രകാരമുള്ളൊരു പാപം ചെയ്യരുത്. ആധുനിക ചരിത്രകാരന്മാരെ, ഇക്കാലത്തെ ചരിത്രകാരന്മാരെ ഈ ബൈബിളിൻ്റെ സ്വാധീനം അവർക്ക് ഏറ്റുപറയുവാൻ വേണ്ടി വളരെ മടിയാണ്. എറിക് നെൽസൺ ഖാനെ ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു ആശ്ചര്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം മറ്റൊരു പുരാതന എഴുത്തുകളിലും ഇല്ലാത്തതായ ആശയമാണ് ബൈബിൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അരിസ്റ്റോട്ടലൊക്കെ പറഞ്ഞിരിക്കുന്നത് റിപ്പബ്ലിക്ക് വൺ ഫോം ഓഫ് ഗവൺമെൻറ് ആയിട്ടാണ്. എന്നാൽ ഇതാണ് ഏറ്റവും നല്ല ആശയം, ഇത് മാത്രമാണ് ദൈവിക സന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള എന്ന് ആധുനിക എഴുത്തുകാരുടെ ആശയം വന്നതിന് ഒരു സോഴ്സ് മാത്രമേ നമുക്ക് കാണിക്കാനായിട്ടുള്ളൂ. അത് വിശുദ്ധ ബൈബിളിലാണ്. അത് മിദ്രാഷിൻ്റെ പോലെയുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് അംഗീകരിക്കാൻ എന്താണ് മടി? ബൈബിളാണ് ഈ ആശയം ആധുനിക ലോകത്തിന് നൽകിയിരിക്കുന്നത്. ബൈബിൾ അംഗീകരിച്ചിരുന്ന ജോൺ ലോക്കിനെയും ജോൺ മിൽട്ടനെയും പോലെയുള്ളവർ മാത്രമല്ല, ബൈബിളിനെ കുറ്റം പറഞ്ഞിരുന്ന തോമസ് പെയിനെ പോലെയുള്ളവരെ പോലും ഈ ബൈബിൾ സ്വാധീനിച്ചിരുന്നു. തോമസ് പെയിൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കോമൺ സെൻസ്. അദ്ദേഹം അതിന് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് കോമൺ സെൻസ് ആണ്. ഈ കോമൺ സെൻസിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈ ശൗമേലിൻ്റെയൊക്കെ കാര്യം എടുത്ത് നോക്കുവാനാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? ശൗമേലിൻ്റെ കാലത്ത് ഇസ്രായേൽ മൂപ്പന്മാർ വന്ന് ഞങ്ങൾക്ക് മറ്റൊരു രാജാവിനെ വാഴിക്കണമെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതെന്ന് പറയുന്നത് കോമൺ സെൻസ് അല്ലേ? ഈ കോമൺ സെൻസാണ് നമുക്ക് വേണ്ടതെന്നാണ് തോമസ് പെയിനെ പോലെ അല്ലെങ്കിൽ ബൈബിളിനെ നിഷേധിക്കുന്നവരുടെ പോലും ഈ പാസേജസ് എത്രമാത്രം സ്വാധീനിച്ചിരുന്നു, അത് അവരുടെ കോമൺ സെൻസായി മാറിയിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആധുനിക റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിളാണ്. ഇവിടെ ചില ക്രൈസ്തവർ ഒരുപക്ഷെ റോമാലേഖനം 13-ാം അധ്യായം എടുത്തുകൊണ്ട് ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ നമ്മളെ പുതിയ നിയമം ഉപദേശിക്കുന്നുവല്ലോ. 13:4 നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്, നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്, അവൻ ദോഷം പ്രവർത്തിക്കുന്നതിൻ്റെ ശിക്ഷയ്ക്ക് പ്രതികാരിയായ ദൈവ ശുശ്രൂഷകനാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുവാനല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. ഇതിന് ഏറ്റവും നല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഇത് കൃത്യമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ അങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു. കൈസർക്കുള്ളത് നമുക്ക് കൈസർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ദൈവത്തിനുള്ള പരമാധികാരവും ദൈവത്തിന് മനുഷ്യൻ്റെ മേലുള്ള അധികാരവും കൈസർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം പാപമാണ് ചെയ്യുന്നത്. കൈസർക്കുള്ളത് മാത്രം കൈസർക്ക് കൊടുക്കുക. റോമാലേഖനം തന്നെ 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 7 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അതുകൊണ്ട് അധികാരത്തിന് കീഴടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തുകൊടുന്നു? നികുതി കൊടുക്കുന്നു. യഹൂദന്മാരുടെ ഇടയിൽ അത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, ഇല്ല, അങ്ങനെയുള്ള നികുതി കൊടുക്കണം, അവർ ദൈവ ശുശ്രൂഷകന്മാരാകുന്നു, ആ കാര്യം നോക്കുന്നവരാകുന്നു, എല്ലാവർക്കും കടമയായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടി വന്നതിന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മായം. കൈസർക്കുള്ളത് കൈസർക്ക്. എന്നാൽ ദൈവത്തിനുള്ള പരമാധികാരം ഒരിക്കലും കൈസർക്ക് കൊടുക്കുവാനായിട്ട് കഴിയില്ല. നമ്മൾ ഓർക്കണം, ഈ ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ അവർ വധിക്കപ്പെടുവാനായിട്ടുള്ള രക്തസാക്ഷികളാകുവാനായിട്ടുള്ള കാര്യം ഒന്ന് മതം മാത്രമായിരുന്നില്ല, സീസറെ കർത്താവെന്ന് പറയാൻ അവർ നിഷേധിച്ചത് കൊണ്ടുമാണ്. പോളികാർപ്പിൻ്റെ മാർട്ടിറിയം എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. പോളികാർപ്പിനെ രക്തസാക്ഷിയാക്കുവാൻ വേണ്ടി കൊല്ലുവാൻ വേണ്ടി അവർ കൊല്ലുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റാണ് നീ സീസർ ലോഡാണെന്ന് പറഞ്ഞാൽ? ലോഡെന്നുള്ള പദം നമുക്കറിയാം പല അർത്ഥത്തിൽ ഉപയോഗിക്കാം, അത് ചില അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് ലോർഡ് സീസർ എന്ന് പറയുന്നതിനകത്ത് എന്ത് തെറ്റാണ് നിനക്കുള്ളത്? പിന്നെ സാക്രിഫൈസ് ചെയ്യരുതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോളികാർപ്പ് പറയുന്നത്, നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ ചെയ്യാനായിട്ട് പോകില്ല, സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല സീസറിനെ ലോഡൊന്നും വിളിക്കാനായിട്ട് പോകുന്നില്ല. കാരണം അത് കൈസർക്കുള്ളതല്ല. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് കൈസർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് യാതൊരു വകുപ്പും ഇല്ല.
അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം മഹാപാപമാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഇവിടെയാണ് ഖുറാൻ്റെ തിരുത്ത് വരുന്നത്, അട്ടിമറി വരുന്നത്, കൂട്ടിമാട്ടൽ നടക്കുന്നത്. ഇതേ ഭാഗം 1 ശമൂവേൽ 8-ാം അധ്യായം നമ്മൾ വായിച്ച് അതേ ഭാഗം ഖുറാൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 246-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞ്, നീ അറിഞ്ഞിട്ടുണ്ടോ മൂസയ്ക്ക് ശേഷമുള്ള ഇസ്രായേൽ പ്രമാണിമാരുടെ കാര്യം? അവർ തങ്ങളുടെ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരിക, ഞങ്ങൾ ദൈവമാർഗത്തിൽ പടപൊരുതാം. ഇവിടെ രാജാവിനെ വേണമെന്ന് ഇസ്രായേലി ജനം പറഞ്ഞപ്പോൾ കേട്ട പ്രവാചകൻ ഉടനെ തന്നെ അവരെ രാജാവിനെ വാഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് വലിയൊരു നല്ലൊരു ആശയമായിട്ടാണ് പറയുന്നത്. അട്ടിമറി നടക്കുന്നത് കണ്ടോ? ദൈവം അവിടെ മഹാകോപിച്ചതായ ക്രോധത്തിൻ്റെതായ ഒരു കാര്യം ഇവിടെ വളരെ പ്രസാദകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അട്ടിമറിച്ചാണ് മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. അതിന് കാരണം എന്താ? മെക്കയിൽ നിന്ന് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഇമാം മൗദൂദി പറഞ്ഞു തരുന്നുണ്ട്. മെക്കയിൽ നിന്ന് ആളുകൾ മെദീനയിലേക്ക് പോയി അവിടെ അവരൊരു കൂട്ടമായി മുഹമ്മദിന് അവിടെ രാജാവാകണം, രാജത്വം വേണം, അതേപോലുള്ള നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ടപ്പോൾ തന്നെ ആ അധികാരത്തിലേക്ക് മുഹമ്മദ് വാഴിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അൽ സുയ്യിത്തിയുടെ ഖുറാൻ്റെ ക്രോണോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലും മെദീന സൂറകളിലെ ആദ്യത്തെ അധ്യായമാണ് ഈ സൂറ 2 എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒന്ന് ഓർക്കണം, എത്രമാത്രം വലിയൊരു പാപമാണിത്. മുഹമ്മദ് തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ അള്ളാഹുവിനോട് തുല്യമായിട്ടുള്ള ഒരു അവകാശമാണ് മുഹമ്മദ് പറഞ്ഞിരുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ, സത്യദൈവമായ യഹോവയുടെ മുമ്പാകെ ഏറ്റവും വെറുപ്പുളവാക്കുന്നതായ നീചമായ നികൃഷ്ടമായ ഒരു സംവിധാനമാണ് ഖുറാനിലും ഹദീസിലും നമ്മൾ കാണുന്നത്. ഹദീസിൽ നമ്മൾ സഹീഹ് അൽ ബുഖാരി വോള്യം 4 ബുക്ക് 53 ഹദീസ് നമ്പർ 392 കാണുന്നത്, യു ഷുഡ് നോ ദാറ്റ് ദി എർത്ത് ബിലോങ്സ് ടു അള്ളാഹ് ആൻഡ് ദിസ് അപ്പോസ്റ്റൽ. അള്ളാഹുവും അപ്പോസ്റ്റലിനും കൂടിയുള്ളതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത്. എന്ത് അധികാര കടന്നു കയറ്റാണ്, അക്രമമാണോ എന്ന് നമ്മൾ നോക്കണം. തുടർന്ന് ഖുറാൻ പറയുന്നത്, ഖുറാൻ 3:132 അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അതേപോലെ തന്നെ ഖുറാൻ 9:29 അള്ളാഹുവും അവൻ്റെ ദൂതനും വിലക്കിയത്. അവർ തമ്മിൽ ഒരുമിച്ചാണ് ജഡ്ജ്മെൻറ്റ്, ഒരുമിച്ചാണ് ഓണർഷിപ്പ്, ഒരുമിച്ചാണ് അതോറിറ്റി ഡിക്രീ ചെയ്യുന്നത്. എല്ലാം മുഹമ്മദും അള്ളാഹു ഒരുമിച്ചാണ്. സൂറ 24:59 എന്നാൽ തങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാനായി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ക്ഷണിച്ചാൽ ഇസ്ലാമിന് ഉള്ളവർക്ക് പറയാനുള്ളത് ഞങ്ങൾ അനുസരിക്കുന്നു എന്നുള്ള പദം മാത്രമാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹും മുഹമ്മദും തമ്മിലുള്ളൊരു പാർട്ട്ണർഷിപ്പാണ്. ഭക്തിയുടെ കാര്യത്തിൽ പോലും സഹീഹ് അൽ ബുഖാരി വോള്യം 9 ബുക്ക് 55 ഹദീസ് നമ്പർ 74 പറയുന്നത് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഒരുപോലെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ക്യാരക്ടർ അല്ലേ? അത് മുഹമ്മദിൻ്റെ ഒരു സാങ്കല്പിക കഥാപാത്രമല്ലേ? അതിനകത്ത് നിന്ന് നമുക്ക് കുഴപ്പം? അതല്ല നമുക്ക് പ്രശ്നം. അള്ളാഹു ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നറിയാം. എന്നാൽ ഈ സാങ്കല്പിക കഥാപാത്രത്തെ വെച്ചുകൊണ്ട് മുഹമ്മദ് ഇവിടെ കടന്നുകയറ്റം ചെയ്യുന്നത് മനുഷ്യൻ്റെ മേലുള്ള അധികാരമാണ്. ആ മനുഷ്യൻ്റെ മേലുള്ള, സാധാരണ എല്ലാ മനുഷ്യൻ്റെ മേലും മുഹമ്മദ് ഇപ്രകാരമുള്ളൊരു അധികാരം അദ്ദേഹം അവകാശപ്പെടുമ്പോൾ ഏകസത്യ ദൈവത്തിൻ്റെ സിംഹാസനത്തിനെതിരെയുള്ള കടന്ന് കയറ്റവും അക്രമവും വെല്ലുവിളിയുമാണ്. ഏറ്റവും മ്ലേച്ഛകരമായ കാര്യമാണ് നമ്മൾ ഈ ഖുറാനിലും ഹദീസിലും കാണുന്നത്. ഇത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തെ മാത്രം, സത്യദൈവത്തെ മാത്രം സേവിച്ച് ആരാധിക്കുന്ന മനുഷ്യന് ഇത്രം ദൈവനിഷേധിയായ, ഇത്രമാത്രം അക്രമം നടത്തുന്നതായ വാക്യങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഇത് ഏറ്റവും പൈശാചികമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മുഹമ്മദിൻ്റെ പ്രവാചകത്വം മാത്രമല്ല, മുഹമ്മദ് ഇന്നും മുസ്ലിങ്ങളെ മുഴുവൻ അടിമകളാക്കുവാൻ വേണ്ടി ഖുറാൻ 4:59 പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുക, ദൈവദൂതനെ അനുസരിക്കുക, അതായത് മുഹമ്മദിനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക, നിങ്ങളുടെ ഭരണാധികാരികളെയും അനുസരിക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ട് മാത്രമല്ല പ്രശ്നം. അതെങ്ങനെ അനുസരിക്കണം? സഹീഹ് മുസ്ലിമിൻ്റെ ബുക്ക് ഓഫ് ഗവർമെൻറ്റ് ബുക്ക് 20 ഹദീസ് നമ്പർ 4554 പറയുന്നത്, ഒരാൾ വന്ന് മുഹമ്മദിനോട് ചോദിക്കുകയാണ്, ഞാൻ അടുത്ത കാലത്ത് ഇനിയും ഭരണാധികാരികൾ, ഇസ്ലാമിന് വരുന്ന ഭരണാധികാരികൾ അവർ തെറ്റിപ്പോയെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവരെ അനുസരിക്കേണ്ടത്? മുഹമ്മദ് അവരോട് പറയുന്നത്, അമീർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ അനുസരിക്കുക. അമീർ നിന്നെ ചാട്ടവാറ് കൊണ്ടടിച്ചാലും നിന്റെ സ്വത്തുക്കൾ എടുത്തുകൊണ്ട് പോയാലും നിനക്കവനെ അനുസരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വകുപ്പില്ല എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിന്മേൽ ഏതുവിധ സ്വാധീനം വേണമെങ്കിലും ആകാം എന്നുള്ളതാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഇതൊരു അടിമത്തമാണ്. ഇത് ദൈവിക പരമാധികാരത്തിനെതിരെയുള്ള കടന്ന് കയറ്റമാണ്, വെല്ലുവിളിയാണ്.
നമ്മൾ ഓർക്കണം, ഇസ്രായേൽ ജനം പാപം ചെയ്ത് രാജാവിനെ കൊടുത്തപ്പോൾ പോലും ഈ ഒരു പരമാധികാരം ദൈവം കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ആഹാബിനെ പോലെയുള്ളവർ നാബോത്തിൻ്റെ നിലമെടുക്കുമ്പോൾ ഏലിയാവ് വന്ന് പറയുന്നതാണ് 19-ാം വാക്യം, നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നുവെന്ന് നീ അവനോട് പറയുക. ആഹാബ് രാജാവായിരിക്കാം, പക്ഷെ മറ്റുള്ളവൻ്റെ വസ്തുവക അനാവശ്യമായിട്ട് എടുത്ത് കളയാൻ കഴിയില്ല. മുഹമ്മദ് പറയുന്നത് അമീറിനതിനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. ദൈവിക പരമാധികാരത്തിനെതിരെയുള്ള കടന്ന് കയറ്റമാണ് ഖലിഫത്ത് പോലെയുള്ള ആശയം. ഇസ്ലാമിക ഭരണാധികാരി എന്നുള്ള ആശയം ജാതികളുടെ രാജാവിനേക്കാൾ കടുപ്പമേറിയ ദൈവിക പരമാധികാരത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇത് ഫാസിസവും നാസിസവും എന്നും നമ്മൾ പറയണ്ട, ഇതിന് പറയേണ്ടത് ദൈവിക അധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റം. എന്നാൽ ഇത് ഇസ്ലാമിൽ മാത്രമല്ല, ഈ ജാതികളുടെ രാജാവിനെയാണ് RSSും ആഗ്രഹിക്കുന്നത്. അതും ദുഃഖകരമായൊരു സത്യമാണ്. ഇന്ത്യ പോലെ റിപ്പബ്ലിക്കനായിട്ടുള്ളൊരു ഗവൺമെൻറ്റുള്ള ഫെഡറൽ സ്ട്രക്ചറുള്ള ഒരു അനുഗ്രഹീത ഭരണഘടന നമുക്ക് കിട്ടിയിട്ടുള്ള സംവിധാനം കിട്ടിയിട്ടുള്ളപ്പോൾ പോലും അട്ടിമത്തം ആഗ്രഹിക്കുന്ന ഒരു സങ്കല്പമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. ഗോവാൽക്കറിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. ജാതികളുടെ രാജാവിനെയാണ് അവർ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഒറ്റ യൂണിറ്ററി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്, ഫെഡറൽ സ്ട്രക്ചർ മാറ്റുക എന്ന് മാത്രമല്ല, ബഞ്ച് ഓഫ് തോട്ട്സിൽ അദ്ദേഹം പറയുന്നത് RSS ഇന്ന് എന്തായിരിക്കുന്നു അതാണ് നാളത്തെ ഇന്ത്യ. RSS ഇന്ന് ഏക ഭരണാധികാരിയുടെ കീഴിലാണ്. ടോപ്പിൽ ഒരു മനുഷ്യൻ, തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഇരുന്ന് ഭരിക്കുന്നു. അതാണ് നാളത്തെ ഇന്ത്യയെ പറ്റി അത് അവർ കാണുന്ന സ്വപ്നം. ഇത് ജാതികളുടെ രാജാവാണ്. ഈ ജാതികളുടെ രാജാവ് എന്ന് പറയുന്നത് ദൈവിക നിഷേധമാണ്. ജാതികളുടെ രാജാവ് ദൈവിക നിഷേധമാണെങ്കിൽ മുഹമ്മദിൻ്റെ പ്രവാചകത്വം അതിലും അല്പം കൂടെയുള്ള ദൈവിക നിഷേധമാണ്. അത് കാരണം അദ്ദേഹം പറയുന്നത് ഭൂമി തന്നെ അദ്ദേഹത്തിനും അള്ളാഹുവിനും കൂടെ അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. ജാതികളുടെ രാജാക്കന്മാരേതായാലും അത്രയും വലിയൊരു അവകാശവാദം മുന്നോട്ട് വെക്കുന്നില്ല. അവർ മനുഷ്യൻ്റെ മേലുള്ള പരമാധികാരം ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെ വലിയൊരു തിന്മയാണ്. ദൈവവിശ്വാസികളെല്ലാവരും എതിർക്കേണ്ടതായ തിന്മയാണ്. എന്നാൽ അതിലും വലിയൊരു ദൈവിക നിഷേധമാണ് പ്രവാചകത്വം പറയുന്നത്. എന്നാൽ ഇതിലും കടുപ്പമേറിയ ഒരു കാര്യം കൂടി ഇനിയും വരാനായിട്ടിരിക്കുന്നുണ്ട്. 2 തെസ്സലോനി 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, അന്തിക്രിസ്തു വരുമ്പോൾ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നുള്ള പേരിലുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ജാതികളുടെ രാജാക്കന്മാരിൽ തുടങ്ങി മുഹമ്മദിൻ്റെ പ്രവാചകത്തിലൂടെ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ദൈവിക പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ അധികാരമെല്ലാം കയ്യേറുവാനുള്ളതായ ഒരു ആഗ്രഹമാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഒന്നും നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ഉപദേശിച്ചു, യേശു അവരെ അടുക്ക വിളിച്ച്, ജാതികളുടെ അധിപന്മാർ അവർ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്താക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അങ്ങനെ അരുത്. ഇത് രാഷ്ട്ര സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കൂടെ ഈ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ അങ്ങനെയായിരുത്. അപ്രകാരമുള്ളൊരു അധികാരം ദൈവം മനുഷ്യന് നൽകിയിട്ടില്ല. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയട്ടെ, യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവരങ്കിൽ വളരെ ആശ്ചര്യപ്പെട്ടു. കൈസർക്കുള്ളത് നമ്മളത് കൈസർക്ക് കൊടുത്തിരിക്കാം, പക്ഷേ ദൈവത്തിനുള്ളത് കൈസർ ആഗ്രഹിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കും. അത് കൊടുക്കുവാനായിട്ട് കഴിയില്ല. പോളികാർപ്പിനെ പോലെ രക്തസാക്ഷ്യം വഹിക്കേണ്ട വന്നാലും ജാതികളുടെ രാജാവിനെയും ഇതേപോലെയുള്ള ഇസ്ലാമിക് ഭരണ സംവിധാനത്തെയും നമ്മൾ എതിർക്കണം. കാരണം അത് ദൈവിക ഭരണാധികാരത്തിനെതിരെയുള്ള കയറ്റമാണ്, വെല്ലുവിളിയാണ്. പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ ജോൺ മിൽട്ടൺ ഇതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് തൻ്റെ ഭാവനയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ പറയുന്നതാണെങ്കിലും ആ ഉപദേശം ബൈബിളിൽ വേറെ ഊന്നിയതാണ്. അദ്ദേഹം പറയുന്നത്, ദൈവദൂതനായ മൈക്കിള് ആദത്തിൻ്റെ അടുക്കൽ വന്ന് പറയുന്നതാണ്, ആദമേ, നിൻ്റെ ശേഷം നിൻ്റെ മക്കൾ അവർ will arrogate dominion undeserved over his brethren and quite dispose the conquered and the law of nature from earth. അവർ പറയുന്ന ആദത്തിന് ശേഷം വരും തലമുറകളിൽ ഒരുവൻ എഴുന്നേറ്റ്, ഇത് നിമ്രോദിനെ പറ്റിയാണ് പറയുന്നതെന്നാണ് പറയുന്നത്, ഒരുവൻ എഴുന്നേറ്റ് തൻ്റെ സകല ഭരണാധികാരവും മനുഷ്യൻ്റെ മേലുള്ള അധികാരം എടുക്കുവാനായിട്ട് ശ്രമിക്കും, അവൻ മനുഷ്യനെ ഭരിക്കുവാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദം ഞെട്ടുകയാണ്, ഞെട്ടിക്കൊണ്ട് പറയുകയാണ്, അതോറിറ്റി ഓഫ് സെൽഫ് ഫ്രം ഗോഡ് നോട്ട് ഗിവൺ. ഈ ഒരു അധികാരം നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഇത് ദൈവം നമുക്ക് തന്നിട്ടുള്ള അധികാരമല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള അധികാരം മറ്റ് സൃഷ്ടികളുടെ മേലാണ്. അത് തന്നെ ദൈവം തൻ്റെ കാരുണ്യത്തിൽ തന്നിട്ടുള്ളതാണ് മക്കളെ. എന്നാൽ ഈ ഒരു
അധികാരം അത് ദൈവത്തിനു വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. അതൊരിക്കലും എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് പാരഡൈസ് ലോസ്റ്റിൽ ജോൺ മിൽട്ടനെ പോലെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. അതാണ് ആധുനിക റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനം. ദൈവം മാത്രം ഭരണാധികാരിയാണ്. അത്രമാരമുള്ള ജോസഫസ് പറഞ്ഞതുപോലെ ആ ഒരു സോവറിനിറ്റിയും അതോറിറ്റിയും മനുഷ്യൻ്റെ മേൽ ദൈവത്തിന് മാത്രം കൊടുക്കുന്ന സംവിധാനം. നാം എല്ലാവരും സഹോദരന്മാരും, ക്രിസ്തു മാത്രം നമ്മുടെ കർത്താവും എന്നുള്ള ആശയം ഭൂമിയിൽ നടപ്പാക്കുന്നതായ ഒരു മഹത്തായ സംവിധാനമാണ് റിപ്പബ്ലിക്, ഹീബ്രു റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പോരാടണം. ദൈവകൃപയാൽ ഇന്നത്തെ നമ്മുടെ ഭരണഘടന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്രൈസ്തവർ മുന്നോട്ടിറങ്ങി പോരാടേണ്ടതായിട്ടുണ്ട്. ഈ ഭരണഘടനയ്ക്കെതിരെയുള്ള, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് നിൽക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് ആരെല്ലാം ശ്രമിച്ചാലും ജീവൻ കൊടുത്തും അതിനെതിരെ പോരാടേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആവശ്യം കൂടിയാണ്. കൈസർക്കുള്ളത് മാത്രമേ കൈസർക്ക് കൊടുക്കാവൂ, ദൈവത്തിനുള്ളത് കൈസർക്ക് കൊടുക്കരുത് എന്നുള്ളത് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ടോക്ക് അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.